ഇടുക്കി ജില്ലയിൽ രണ്ടു മുന്നണികളും ബി.ജെ.പിയും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പുലർത്തുന്നത്. കനത്ത മഴ പെയ്തെങ്കിലും മുന്നണികളുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകി. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ പോളിംഗ് നിലനിർത്താനായത് ഗുണം ചെയ്യുമെന്നാണ് അവകാശവാദം. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകളിലാണ് മഴ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചത്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ പെയ്ത മഴ തെരഞ്ഞെടുപ്പ് മന്ദഗതിയിലാക്കി. എന്നാൽ പോളിംഗ് അവസാനിച്ചപ്പോൾ കഴിഞ്ഞ തവണ 69% പോളിംഗ് 73 വർദ്ധിച്ചു. ഇത് തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇരു മുന്നണികളുടെയും ബി.ജെ.പിയുടെയും അവകാശവാദം. എന്നാൽ കോർപ്പറേഷനിൽ പോളിംഗ് ശതമാനം ഉയരാത്തത് 3 പാർട്ടിക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അതേസമയം കൊല്ലം ജില്ലയിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെക്കാൾ കുറവായിരുന്നു. കോൺഗ്രസിന് വിമതശല്യം രൂക്ഷമാക്കിയ ജില്ലയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. അതേസമയം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇടതുമുന്നേറ്റമുണ്ടാക്കിയ കൊല്ലത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇവർക്ക് തിരിച്ചടിയാകുമെന്നാണ് UDFന്റെ വിശ്വാസം. SNDP ബാന്ധവത്തോടെ ജില്ലയിൽ ശക്തി തെളിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി.ജെ.പി വെച്ച് പുലർത്തുന്നു. ഇടുക്കി ജില്ലയിലെ ഫലം പ്രവചനാതീതമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റിയതുപോലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി ചേർന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഇത് ഗുണം ചെയ്യുമെന്നാണ് LDF വിലയിരുത്തൽ. എന്നാൽ ഉപാധികളില്ലാതെ പട്ടം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന് അനുകൂലമാകുമെന്നാണ് UDFന്റെ വിശ്വാസം. SNDP ബന്ധം ഗുണം ചെയ്യുമെന്നാണ് ബി.ജെ.പി വിലയിരുത്തൽ. മൂന്നാറിലെ പെമ്പിളയൊരുമ സ്ഥാനാർത്ഥികൾ ഇരു മുന്നണികൾക്കും ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും കണക്കുകൂട്ടലും അവകാശവാദങ്ങളും 7-ാം തീയതി വരെ തുടരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.